نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗപ്രവേശനത്തിന് അർഹരാകുന്ന നല്ല അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ അധികം ആളുകളും ഇന്നത്തെ ദിവസം നോമ്പിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ പാപമാണ് ഈ നോമ്പ് കൊണ്ട് പുറത്തു കിട്ടുക എന്ന് നമ്മൾ വിചാരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ എന്തെല്ലാം ചെറുപാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഇന്നത്തെ ഒരു നോമ്പ് കൊണ്ട് നമുക്ക് പുറത്തു കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഒരു നോമ്പ് കൊണ്ട് 70 വർഷം ദൂരത്തേക്ക് നമ്മൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നുമുണ്ട്. റമദാനിലെ നോമ്പ് കൊണ്ട് മാത്രമല്ല ആ 70 വർഷം ദൂരേക്കുള്ള അകൽച്ചയുണ്ടാവുക. ഇന്നത്തെ നോമ്പ് കൊണ്ടും അതുണ്ടാകും. ഇന്നലെയും ഇന്നുമാണ് നമ്മൾ നോമ്പ് നോൽക്കേണ്ടിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഹറം 10 നോമ്പ് നോറ്റതിന് ശേഷം അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ മുഹറം 9 കൂടി ഞാൻ നോമ്പ് നോൽക്കും. അത് ജൂതന്മാരുമായി മറ്റു മതവിഭാഗങ്ങളുമായി നമ്മുടെ ആരാധനകൾക്ക് എതിരുണ്ടാകാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഇന്നലത്തെ ദിവസം നോമ്പെടുക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവര് മറ്റു മതസ്ഥരുടെ ആരാധനകളിൽ നിന്ന് എതിരുണ്ടാകുക എന്ന ന്യായം കണക്കിലെടുത്ത് ഇന്നത്തെ ദിവസം നോമ്പെടുത്ത ആളുകൾ നാളെ കൂടി നോമ്പെടുക്കുക. അതാണ് അതിന് പകരം ചെയ്യാൻ നമുക്ക് പറ്റുന്ന കാര്യം. എന്തിനായിരുന്നു ഈ നോമ്പ്? അത് വലിയ ഒരു ചരിത്ര സംഭവം നടന്നിട്ടുണ്ട്. ആ സംഭവത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടിയാണ് ഇന്നത്തെ ദിവസത്തെ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുകയാണ്. അവിടെ ജൂതന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവർ നോമ്പെടുക്കുന്നു മുഹറം 10. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ഖദിമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ. ആശൂറയുടെ ദിവസം യഹൂദർ നോമ്പെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താണിത്? അപ്പോൾ അവർ പറഞ്ഞത്, ഹാദാ യൗമുൻ സാലിഹ് ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീൽ മിൻ അദുവ്വിഹിം ഫസാമഹു മൂസ. ഇന്നത്തെ ദിവസമാണ് ബനൂ ഇസ്രായേലിനെ അവരുടെ ശത്രുക്കളിൽ നിന്ന്, ഫിറഔനിന്റെ കരങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത്. അത് കാരണത്താൽ മൂസ നബി ഇന്നേ ദിവസം നോമ്പെടുത്തു. അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുകയാണ്. ജൂതന്മാർ ഞങ്ങൾ മൂസാ നബിന്റെ ആളുകളാണ് എന്ന് പറയുന്നവരാണല്ലോ ജൂതന്മാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബി മൂസ, മൂസയോട് ഏറ്റവും അധികം കടപ്പെട്ട് കിടക്കുന്നത് ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു. ഫഅമറ ബിസിയാമിഹി, അങ്ങനെ നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആശൂറ ദിവസം നമ്മൾ നോമ്പെടുക്കൽ നമുക്ക് പുണ്യകരമായി മാറിയത്. നോക്കൂ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെ ശത്രുതയിൽ നിന്ന്, അവന്റെ അക്രമത്തിൽ നിന്ന് അദ്ദേഹത്തെയും അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ഒരു വലിയ സംഭവം അത് നടന്ന ദിവസമാണ് മുഹറം 10. ഒട്ടനവധി പാഠങ്ങൾ സത്യവിശ്വാസികൾക്ക് ആ സംഭവത്തിലുണ്ട്. എത്ര വലിയ അക്രമിയായിരുന്നു ഫിറഔൻ! ഞാൻ ഏറ്റവും വലിയ റബ്ബാണ് എന്ന് പറഞ്ഞവനാണത്. അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞവനാണ്. ഞാനാണ് ഈ നദികളൊക്കെ ഒഴുക്കുന്നത് എന്ന് പറഞ്ഞവനാണ്.
ഞാൻ എന്നാ ഉയരത്തിലേക്ക് വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുക, അതിന്റെ മുകളിൽ കയറി നോക്കട്ടെ, എന്റെ റബ്ബിനെ ഞാൻ കാണുന്നുണ്ടോ നോക്കട്ടെ എന്ന് ഡയലോഗ് പറഞ്ഞയാളാണ് ഫിർഔൻ. പക്ഷെ ആ ഫിർഔനെ എത്ര നിസ്സാരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊന്നുകളഞ്ഞത്. ഒന്നും ചെയ്യാൻ കഴിയാതെ വായിൽ വെള്ളം കയറി, മൂക്കിൽ വെള്ളം കയറി, മുങ്ങി ചത്തുപോയി ഫിർഔൻ. ഫിർഔന്റെ വലിയ അഹങ്കാരികളായ ആളുകളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. വലിയ അക്രമങ്ങളായ ഭരണാധികാരികൾ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തും. അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, ഞങ്ങളിവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരും, ഇവിടെ ആകെ തകർത്ത് കളയും, ഇവിടെ മുസ്ലിങ്ങൾ ഇല്ലാതാവും. ഒന്നും സംഭവിക്കൂല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ അവസാനിക്കുന്നൊരു ദിവസം ഉണ്ടാവും. ഇപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ജാലവിദ്യക്കാരായ ആളുകൾ, ആ ജാലവിദ്യക്കാരായ ആളുകളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിൽ ഏറ്റുമുട്ടാനായി വന്നവരാ. എന്താ സംഭവിച്ചത്? ആ ജാലവിദ്യക്കാർ മുസ്ലിമായി. പിന്നീട് ഞങ്ങൾ മൂസ വിശ്വസിച്ച അള്ളാഹുൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ ഫിർഔൻ ചെയ്തത്? ഫിർഔൻ അവരെ ക്രൂരമായി കൊല ചെയ്തു. വിശുദ്ധ ഖുർആനിലെ പ്രത്യക്ഷമായ പരാമർശത്തിൽ അതില്ലെങ്കിലും അവരെ ക്രൂരമായി കൊല ചെയ്തു എന്നാണ് കണ്ടത്. പക്ഷെ ഒരാൾ മരണപ്പെട്ടു പോയി, ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്നതുകൊണ്ട് അയാൾക്ക് നഷ്ടമാണോ ഉണ്ടാവുക? നോക്കൂ, ചരിത്രത്തിൽ വേറൊരു സംഭവം നടന്നിട്ടുണ്ട് ഇന്നേ ദിവസം. അത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊലപാതകമാണ്. കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെട്ട ദിവസമാണെന്ന്. ഇന്ന് ഷിയാക്കൾ വ്യത്യസ്തമായ ആരാധനാ രീതികൾ നടത്തുന്ന, അവരുടേതായ ശരീരത്തിൽ ഉപദ്രവമേൽപ്പിച്ച് ചോരയൊലിപ്പിച്ച് അതിന്റെ സങ്കടം കാണിക്കുന്ന ദിവസം കൂടിയാണെന്ന്. ഷിയാക്കൾ അത്തരം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടതിനാണ്. കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരത്തെ അറിയാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയുടെ കയ്യിലെടുത്തു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയതമക്ക് ആ മണ്ണ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മണ്ണ് നീ സൂക്ഷിച്ചു വെക്കണം. ഈ മണ്ണ് എപ്പോഴാണോ രക്തമായി മാറുന്നത് അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു എന്ന് നിനക്ക് മനസ്സിലാക്കാം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈനെ പറ്റി രക്തസാക്ഷിയാകുമെന്ന സൂചന നേരത്തെ നൽകി. ഇന്ന പ്രദേശത്തേക്ക് നീ പോകുമ്പോൾ ഇങ്ങനൊരു അപകടം സംഭവിക്കാനുണ്ട് എന്ന ധാരണ നേരത്തെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. എന്തേ ഒരുപാട് സ്വഹാബിമാര് വേണ്ട പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും ഹുസൈൻ റളിയല്ലാഹു അൻഹു പോയത്? അത് അങ്ങനെയാണ് എൻ്റെ അവസാനം എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ആ വിവരം അദ്ദേഹത്തിനുണ്ട്, ഷഹാദത്ത് കിട്ടും എന്നത്. യുദ്ധത്തിനിറങ്ങുന്ന സമയത്ത് ആർക്കാ ജീവനോടുകൂടി തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഈ യുദ്ധത്തിൽ എനിക്ക് മരണം കിട്ടണമെന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഉഹദ് യുദ്ധത്തിൽ വന്നവർ, ബദർ യുദ്ധത്തിൽ വന്നവർ, ഓരോ യുദ്ധത്തിലും നബിയെ ഇതിൽ എനിക്ക് ഷഹാദത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യട്ടോ എന്നല്ലേ അവർ പറയണത്? മരണം ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളുകൾ. അതാണ് മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കാത്തത്. മുസ്ലിങ്ങൾ എന്താ ഇന്ന് ചണ്ടികളെ പോലെയായത്? അല്ലേ, മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു കാലം വരും, അന്നേ ദിവസം ശത്രുക്കൾ നിങ്ങൾക്കുമേൽ കൈവക്കും. അല്ലെ, ഭക്ഷണത്തളികയിലേക്ക് ഭക്ഷണക്കൊതിയന്മാർ ചാടി വീഴുന്നത് പോലെ നിങ്ങളുടെ മേൽ ശത്രുക്കൾ ചാടി വീഴും. ഞങ്ങളന്ന് കുറവായിരിക്കും റസൂലേ? അല്ല, ബൽ അൻതും കസീർ, കുറെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വരുന്ന ചണ്ടികളായിരിക്കുന്നു. അതെന്താ? ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം. ഒരു വാദി മുഴുവൻ സ്വർണം കിട്ടിയാലും, ഒരു താഴ്വര മുഴുവൻ സ്വർണം കിട്ടിയാലും ഇനി അടുത്തൊരു താഴ്വര കൂടി ഉണ്ടെങ്കിൽ തിരക്കടില്ലായിരുന്നു എന്ന് മനുഷ്യൻ വിചാരിക്കും. അവന്റെ ആഗ്രഹം തീരൂല. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ പേടി. അത് രണ്ടുമാണ് വിശ്വാസികൾക്കുള്ള വലിയ നഷ്ടം എന്നാണ്. മരണത്തെ ആഗ്രഹമല്ല. മരിച്ചു കഴിഞ്ഞാൽ വിശ്വാസിക്ക് ഭയങ്കര സന്തോഷമാണ്. ആഗ്രഹമാണ് മരിക്കാൻ. എന്താ ആഗ്രഹം മരിക്കാൻ? ഇവിടെ ദുനിയാവിൽ കുറെ ഇടങ്ങേറുകളൊക്കെ അല്ലേ. മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖബറിൽ സ്വർഗത്തിന്റെ സുഖാനുഭൂതികളിലൂടെ അവിടുത്തെ മണമാസ്വദിച്ച് അവിടുത്തെ സുഖ സൗകര്യങ്ങളോടുകൂടി ഖബറിൽ കഴിയാൻ നല്ല രസമാണ് വിശ്വാസിക്ക് മരിച്ചാല്. അതിനുശേഷം അതാണ് അവസാനിക്കണോടുകൂടി പിന്നെ നേരെ സ്വർഗത്തിലേക്ക്. അപ്പൊ അത് ആഗ്രഹിച്ചിട്ടാണ് വിശ്വാസി മരണത്തിന് കൊതിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് വിശ്വാസികൾക്ക് മരണത്തെ ഭയം ഉണ്ടാവില്ല, മരണത്തെ പേടി ഉണ്ടാവില്ല.
അതിനർത്ഥം അസുഖം വന്നാൽ ഓൻ ചികിത്സിക്കൂല, ആ മരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നല്ല. അത് തെറ്റാ. അങ്ങനെയല്ല, ആ മരിച്ചോട്ടെ അതല്ല. രോഗം വന്നു, ഇത് ഇങ്ങനൊരു അപകടം ഉണ്ടാവും, വണ്ടി സ്പീഡിൽ ഓടിച്ചു പോവാണ്, ഭയങ്കര വേഗതയിൽ, അമിത വേഗതയിൽ. എന്താ അത് ഇന്ന കാര്യത്തിനാകുമ്പോഴത്തേനും നടത്തണം. എടാ അപകടം പറ്റി മരിച്ചു പോകണം, അതിന് മരിക്കാൻ എനിക്ക് പേടിയില്ല, അത് പറയണോ? അത് തെറ്റാ, അത് ആത്മഹത്യയാണ്. അമിത വേഗതയിൽ വാഹനം ഓടിക്കുക എന്നുള്ള ആത്മഹത്യ, അതല്ല ഞാൻ പറഞ്ഞത്. നോക്കൂ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ കാര്യത്തിൽ ഒട്ടനവധി വിശ്വാസികൾക്ക് പാടുണ്ട്. ശത്രുക്കളുടെ അക്രമം ഭയന്ന് പേടിയോടുകൂടി മരണഭയത്തോടുകൂടിയല്ല വിശ്വാസി ജീവിക്കുക. ഈ ദുനിയാവിൽ എന്തുണ്ടായാലും എന്താ, പരലോകത്ത് എനിക്ക് സ്വർഗത്തു നിന്നൊന്നും കുറഞ്ഞു പോകരുത് എന്നാണ്. സ്വർഗത്തേക്കാൾ താഴെയുള്ള ഒന്നുകൊണ്ടും ഞാൻ തൃപ്തിപ്പെടുകയില്ല എന്ന തീരുമാനമാണ് വിശ്വാസികൾക്ക് ഉണ്ടാവുക. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുചാരന്മാരും എല്ലാവരും കൂടി ആ കടൽ തീരത്തെത്തുന്നതുവരെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിവുണ്ടായിരുന്നോ ഈ കടൽ പിളർത്തി അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്ന്? ഉണ്ടായിരുന്നോ? അറിയില്ലല്ലോ. അവിടെ എത്തിയതിന് ശേഷം അള്ളാഹു വടികൊണ്ട് അടിക്കാൻ പറഞ്ഞതിന് ശേഷം അടി കിട്ടി അത് പിളർന്നപ്പോഴാണ് മൂസ നബിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് പടച്ചോൻ രക്ഷപ്പെടുത്തുന്നത്. അതിനിടക്ക് അദ്ദേഹത്തിന്റെ അനുചരന്മാരെല്ലാവർക്കും ഭയം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇന്നാല മുദറക്കൂൻ, നമ്മളിതാ പിടിക്കപ്പെടാൻ പോവുകയാണ്. കല്ല ഇന്നമഇ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് മാർഗം കാണിച്ചു തന്നോളും. പേടിച്ചിട്ടില്ല, ഭയന്നിട്ടില്ല, പതറിയിട്ടില്ല, തകർന്നു പോയിട്ടില്ല, അല്ലേ? ധൈര്യത്തിൽ നിന്നു. കാരണം എന്താ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിങ്ങൾ ഫിർഔനിന്റെ അടുക്കലേക്ക് പോയിക്കോളൂ, ഇന്നനീ മഅകുമ, നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്നാര് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അസ്മഉ വ അറ, കേട്ടും കണ്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു മഅയ്യത്താണ്. മഅയ്യ ഖാസയാണ്, പ്രത്യേകമായ മഅയ്യത്താണ്. ആ മഅയ്യത്ത് ഖാസ എന്നതിനപ്പുറത്ത് ഒന്നുകൂടി ഗ്രേഡ് കൂടിയതാണ്. അതിനേക്കാൾ മുകളിൽ ഒരു മഅയ്യത്ത്, പ്രത്യേകമായ കൂടെ ഉണ്ടാവുക, അത് മൂസ നബിക്കാണ് കിട്ടിയത്. എന്നാൽ നമുക്കൊക്കെ അള്ളാഹുവിന്റെ ആ കൂടെ ഉണ്ടാകലുണ്ട്. അള്ളാഹ് നമ്മളൊപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ സൃഷ്ടികളോടൊപ്പം അള്ളാഹ് ഉണ്ട്. അവന്റെ കാഴ്ച കൊണ്ടും അവന്റെ കേൾവി കൊണ്ടും അവന്റെ അറിവ് കൊണ്ടും അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട്. അതെല്ലാ മനുഷ്യന്മാരൊപ്പം ഉണ്ട്. എന്നാൽ മുത്തഖീങ്ങളോടൊപ്പം, മുഹ്സിനുകളോടൊപ്പം, സ്വാബിരീങ്ങളോടൊപ്പം അള്ളാഹു പ്രത്യേകം പ്രത്യേകം പറഞ്ഞു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് പറഞ്ഞത് അത് ഖാസയാണ്, പ്രത്യേകമായ കൂടെ ഉണ്ടാകലാണ്. അത് നമ്മുടെ സംരക്ഷണത്തിനും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടും നമ്മളെ സഹായിച്ചുകൊണ്ടും ഒക്കെ റബ്ബ് നമ്മളൊപ്പം ഉണ്ട്. മൂസ നബിന്റെ ഒപ്പം ഉണ്ടായ മാതിരി നമ്മളൊപ്പം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണില്ല. അതിനർത്ഥം അള്ളാഹു നമുക്കിടയിൽ ഇറങ്ങി ഭൂമിയിൽ സൃഷ്ടികളോട് ഒട്ടിച്ചേർന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നല്ല. അള്ളാഹു അത്യുന്നതിയിൽ, എവിടെ? ഏഴാനാകാശത്തിനപ്പുറത്ത് അവന്റെ അർശിന്റെ ഉപരിയിലാണ്. അർശിന്റെ ഉപരിയിലായ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നമ്മളോടൊപ്പം ഉണ്ടാവുക? ഉണ്ടാവും എന്ന് പറഞ്ഞത് നമ്മളല്ലല്ലോ. അല്ല, ആരാ പറഞ്ഞത്? അല്ലല്ലേ പറഞ്ഞത്. അത് അള്ളാഹ് നോക്കിക്കോളും. എന്തിനാ വെറുതെ അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ടെൻഷൻ ആവണ്? നമുക്ക് ഈ ഭൂമി ലോകത്തെ 3D ലോകത്തെ കാര്യങ്ങളല്ലേ നമുക്കറിയുള്ളൂ. അതിനപ്പുറമുള്ള ലോകത്തെ പറ്റി വല്ലതും നമുക്കറിയോ? പരലോകം എന്നതും അള്ളാഹുവിന്റെ ലോകം എന്നതും എത്ര ഡയമെൻഷനിലുള്ള ലോകമാണെന്ന് നമുക്ക് വല്ല ധാരണയുണ്ടോ? ഇല്ലല്ലോ. അത് അള്ളാന്റെ സൃഷ്ടിപ്പാണ്. അള്ളാഹ് പറഞ്ഞു ഞാൻ ഉണ്ടാവും. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹ് പറഞ്ഞ അങ്ങനെ തന്നെ വിശ്വസിക്കാം. ബുദ്ധിമാൻ എന്ന് പറഞ്ഞ വിശ്വാസി ബുദ്ധിമാനാന്ന് പറഞ്ഞത് അള്ളാനെക്കാളും ബുദ്ധിയില്ല എനിക്ക്, റസൂലിനെക്കാളും ബുദ്ധിയില്ല എനിക്ക് എന്ന മിനിമം തിരിച്ചറിവുണ്ടല്ലോ, അതുള്ളാനാ വിശ്വാസി. അതില്ലാത്ത ആളുകളുണ്ട്, വലിയ ബുദ്ധി പറയുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ ഓല് ബുദ്ധി ഇല്ലാത്തവരാണ്. എന്നെ സൃഷ്ടിച്ച റബ്ബിനേക്കാൾ ബുദ്ധിയുണ്ട് എനിക്ക് എന്ന് പറയുന്ന വിഡ്ഢികളാണ് അവര്. ഓലിജാതി ഡയലോഗുകൾ പറയുമ്പോൾ നമുക്ക് പരിഹാസമാണ് തോന്നുന്നത്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊപ്പം ഉണ്ടാവും, നമ്മളോടൊപ്പം, വിശ്വാസികളോടൊപ്പം ഉണ്ടാവും. നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മമാണെങ്കിൽ നമ്മളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം അല്ലാഹ് ഉണ്ടായി. ശത്രുക്കളിൽ നിന്ന്, ഫിർഔനിന്റെ അക്രമത്തിൽ നിന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി, അല്ലേ? അതെല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ സഹായം അങ്ങനെ ഉണ്ടാവും വിശ്വാസികൾക്ക്. ബദറിൽ അത്ഭുതകരമായ രക്ഷപ്പെടുത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ രക്ഷപ്പെടുത്തിയത്. പ്രത്യേകമായ രക്ഷയാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത്. കടലിൽ അടിക്കാനാ പറഞ്ഞത്. ഫൗഹൈനാ ഇലാ മൂസ അൻ ദ്റിബ് ബിഅസാകൽ ബഹർ ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം.
മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞ വടി കൊണ്ട് അടിക്കാനാണ്. അപ്പോൾ ആ മല പോലെ രണ്ടു ഭാഗത്തുമായി കടൽ പിളർന്നു നിൽക്കുകയാണ്. ഇങ്ങോട്ട് നടുവില് ഒരു ഒരു ഉണങ്ങിയ വഴി എവിടെ രൂപപ്പെടുകയാണ്? കടലിന്റെ നടുവിൽ രൂപപ്പെടുകയാണ്. അതിലൂടെ നടന്നുപോയി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തന്റെ അനുചരന്മാരും രക്ഷപ്പെടുത്തുകയാണ്. എന്തേ ഇങ്ങനെ രക്ഷപ്പെടാനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതാണ് സത്യവിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത്. നമ്മൾ എവിടെയും ചൂളിപ്പോവില്ല, നമ്മളെവിടെയും താണുപോവില്ല, തകർന്നു പോവില്ല, നമ്മൾ പരാജയപ്പെടൂല. എന്തേ നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ കാരണം? സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ബാധ്യതയായി ഏറ്റെടുത്തതാണ്. പടച്ചോനെ നിനക്കിത് ചെയ്യൽ നിർബന്ധമാണെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. പക്ഷെ അല്ലാഹ് സ്വന്തം ചില കാര്യങ്ങൾ എനിക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരൽ എന്റെ പണിയാണ്, ഞാനത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയാ. പ്രത്യേകിച്ച് രാത്രിയുടെ അവസാന സമയത്ത് ഒന്നാനാകാശത്തിലേക്ക് റബ്ബ് ഇറങ്ങി വരുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം എന്ന് അല്ലാഹ് പറഞ്ഞതാ. തൗബ ചെയ്യുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കാം, അത് ഞാൻ എന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സ്വന്തം പറഞ്ഞതാ. അതേപോലെ അല്ലാഹ് ഏറ്റെടുത്ത കാര്യമാണ് എന്ത്? ثم ننجي رسلنا والذين آمنوا كذلك حقا علينا ننجي المؤمنين. സൂറത്ത് യൂനുസിലെ 103-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയാ, അത് ഹക്കൻ അലൈന, നമ്മുടെ മേലുള്ള ബാധ്യതയാണെന്ന്. അല്ലാഹ് ബാധ്യത ഏറ്റെടുത്ത കാര്യമാണ് സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ദീനൊക്കെ അനുസരിച്ച് ഇങ്ങനെ ജീവിച്ചാൽ കുറേ കാര്യങ്ങൾ നഷ്ടമാണ്. കച്ചവടമൊന്നും അങ്ങനെ വിചാരിച്ച മാതിരി നടക്കില്ല. എന്ത് കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? എല്ലാ സാമ്പത്തിക ഇടപാടുകളൊക്കെ പൂർണ്ണമായി ഇസ്ലാമികമാക്കി കൊണ്ടുപോകാൻ കഴിയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നൊക്കെ കച്ചവടക്കാർ ചോദിക്കും. ആ ജോലി പറ്റൂല, ഈ ജോലി പറ്റൂല, അതൊക്കെ കൂടി നോക്കിയാൽ പിന്നെ എന്ത് ജോലി അവിടെ കിട്ടുക എന്നൊക്കെ ചോദിക്കും അല്ലേ? നമ്മൾ സൂക്ഷ്മത പാലിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് അല്ലേ? നോക്കി, ഭൗതിക സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരിയാണ് ഫിറഔൻ. മൂസാ നബിയോ അവിടുത്തെ ഒരു കൊലപാതകം ചെയ്ത് കുറ്റവാളി എന്ന ലേബലുള്ള ആളാണ് മൂസാ നബി. ആ മൂസാ നബിയാണ് ആരോട് യുദ്ധം ചെയ്യുന്നത്? ഏറ്റുമുട്ടുന്നത് ഭരണാധികാരിയോട് യുദ്ധം ചെയ്യണം. ഒരു ജയിലിൽ അടക്കപ്പെടേണ്ട കുറ്റം ചെയ്ത വ്യക്തിയും ആ നാടിന്റെ ഏറ്റവും വലിയ ഭരണാധികാരിയും പറഞ്ഞതൊക്കെ നടക്കുന്ന ആളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് അള്ളാഹു നിസ്സാരമായ ആ ഭരണാധികാരിയെ ഒന്നുമില്ലാതാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ കാര്യം എന്താ വേണ്ടത്? നമുക്കാകെ നമ്മളെ കുടുംബത്തിന് ചെലവ് കഴിഞ്ഞ് പോകാനുള്ള ഭക്ഷണം പോരെ, ഒരു വീട് വെക്കാനുള്ള പൈസ പോരെ, ഒരു വാഹനം വാങ്ങാനുള്ള പൈസ പോരെ, ജീവിതം മുന്നോട്ട് പോകാനുള്ള വിദ്യാഭ്യാസം നടന്നു പോകാനുള്ള കാര്യം പോരെ, അതിനപ്പുറമൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. അപ്പൊ എവിടെയും നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ട, മതനിയമങ്ങളുടെ മുമ്പിൽ നമ്മൾ പിന്നെ ചൂളിപ്പോകേണ്ട, നമ്മൾ ഒതുങ്ങി കൊടുക്കേണ്ട, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലാണ് നമ്മൾ കീഴൊതുങ്ങേണ്ടത്. ആളുകളുടെ മുമ്പിൽ പരാജയപ്പെടേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. വിശ്വാസികൾക്ക് പരീക്ഷണത്തിന് ശേഷം വിജയമുണ്ടാകുമെന്നാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊന്ന് വിധിച്ചോ ആ വിധിച്ചതിനപ്പുറത്ത് യാതൊന്നും സംഭവിക്കുകയില്ല എന്ന ഉറപ്പാണ് സത്യവിശ്വാസികൾക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത്. അങ്ങനെ മൂസ നബിയുടെ ചരിത്രത്തിൽ വലിയ പാഠങ്ങൾ സത്യവിശ്വാസികൾക്കുണ്ട്. അത്തരം പാഠങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കി അതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ലഭിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നല്ല അടിമകളായി മാറാനും നമ്മൾ ഏവരും പരിശ്രമിക്കുക. അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഷിയഈ വിശ്വാസക്കാരായ ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവരുടെ പ്രചാരണം നടത്താറുള്ളത്. കർബല അവരുടെ ഒരു പ്രധാന ആയുധമാണ്. കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് മുന്നിൽ വെച്ചുകൊണ്ടാണ് അവരവരുടെ ആളുകളെ കൂട്ടാറുള്ളത്. ഇപ്പോ ഷിയഈ വിശ്വാസക്കാരായ ആളുകളെ നമ്മൾ പഠിക്കുമ്പോൾ സഹാബിമാരെ ചീത്ത പറയുന്നൊരു സ്വഭാവം അവർക്കുണ്ട് എന്നൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവുമോ എന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു. കിതാബുകളിൽ വായിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ വിഷയം നമുക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമോ എന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു.
പക്ഷെ കർബലയുമായി ബന്ധപ്പെട്ട ശരിയായ വശം പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ പണ്ഡിതന്മാരുടെ വീഡിയോകൾ യൂട്യൂബിലെടുത്ത് പരിശോധിച്ചാൽ അതിനടിയിലുള്ള കമന്റുകൾ പരിശോധിച്ചാൽ മതി. നിനക്ക് എന്താടാ അറിയാം? വലിയ വലിയ പണ്ഡിതന്മാരോട് ഉസ്താദുമാരോട് പറയണതാ, നിനക്ക് എന്താ അറിയാം? നീ പിന്നെ ജൂതന്മാരുടെ ചാരനാണ്. എന്തേ പറഞ്ഞിട്ടുള്ളൂ? കർബലയിൽ എന്താ സംഭവിച്ചതെന്നുള്ള ശരിയായി പറഞ്ഞിട്ടുള്ളൂ അല്ലേ? മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയണ ഡയലോഗുകൾ അവിടെ കമന്റായി എഴുതിക്കുക സാധാരണക്കാരായ മനുഷ്യന്മാർ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പറ്റി. ഈ സ്വഹാബിമാരെ തെറി പറയുക, ചീത്ത പറയുക എന്ന സ്വഭാവം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പറ്റി, നമ്മുടെ ഉമ്മാനെ പറ്റി കേട്ടോ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയുമ്പോൾ വേറെ ആരോന്ന് വിചാരിക്കണം. നമ്മളമ്മമാനെ പറ്റി പച്ചത്തെറി പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പറയാൻ ചിലപ്പോൾ നമ്മളെ നാട്ടിൽ ഈ സാധാരണക്കാരായ ഈ കമന്റ് എഴുതുന്ന ആളുകൾക്ക് ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ അതും പറയും അല്ലെ, ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ് എന്ന് പോലും നഊദു ബില്ലാഹ് അവർ പറഞ്ഞേക്കും. കാരണം മുആവിയ എന്ന വഞ്ചകനെയാണ് നീ ന്യായീകരിക്കുന്നത് എന്നാണ് എഴുതിക്കുന്നത്. ആരാ മുആവിയ റളിയല്ലാഹു അൻഹു? വഹയിന്റെ എഴുത്തുകാരനായി അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ച മഹൽ വ്യക്തിയാണ് മുആവിയ അല്ലെ. എന്നിട്ട് മുആവിയ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞതിനെ പോലും റളിയല്ലാഹു അൻഹുവല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുക. ഞാൻ പറഞ്ഞത് ഇതൊക്കെ പണ്ടത്തെ പുസ്തകങ്ങളിൽ ഉള്ളതാണ്. ഈ ഷീകൾ ഇതൊക്കെ പറയുന്നുള്ളത് അതേ പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ്. ഓല അതൊക്കെ പറഞ്ഞതാണ് എങ്ങനെയൊക്കെ ഓല് പറയുമെന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ മനസ്സിൽ പോലും ഇത്ര നീചമായി സഹാബത്തിനെ പറ്റി മോശം ചിന്തകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ സഹാബിമാരോടുള്ള നമ്മുടെ നിലപാട് എന്താകണം എന്ന് നമ്മൾ ശരിക്കും പഠിക്കണം. അസ്വഹാബത്തു കുല്ലുഹും ഉദൂൽ, എല്ലാ സ്വഹാബിമാരും നീതിമാന്മാരാ. ഓല എന്തു പറഞ്ഞാലും അത് നമ്മൾ സ്വീകരിക്കണം. സ്വഹാബത്ത് പറഞ്ഞാൽ കേട്ടോ, അവരാരാ? റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹുവിനെ പറ്റി തൃപ്തിപ്പെട്ടു, അള്ളാഹുവിനും തൃപ്തിപ്പെട്ടു. ഈ പടച്ചോൻ തൃപ്തിപ്പെട്ട ആളെ നമ്മളെങ്ങനെ വെറുക്കുക? അങ്ങനെ ഉണ്ടാവും? പടച്ചോ ഒരാളെ തൃപ്തിപ്പെട്ടു, എനിക്കും അയാളോട് ദേഷ്യാണ്. സഹാബിയാണ് മുആവിയ അല്ലേ. എന്നിട്ട് യസീദ് ബിൻ മുആവിയയെ ചീത്ത പറയണ, യസീദ് ബിൻ മുആവിയ ഇതിൽ കുറ്റക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനും അദ്ദേഹം ഒരു ക്രൂരനാണെന്നും തല എടുത്ത് മൂപ്പര മുമ്പിലാണ് കൊണ്ടേ കൊടുത്തതെന്നുള്ളതൊക്കെ ചരിത്രം അല്ലേ. യസീദ് ബിൻ മുആവിയാണ് പിന്നെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിൽ മുഖ്യ കുറ്റവാളി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെ മദ്രസ പാഠപുസ്തകങ്ങളിൽ നിന്നും ചരിത്ര പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ അത്തരം ചില ചരിത്രങ്ങളാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ലോകം മുഴുവൻ അങ്ങനെ വിഷയമുണ്ട്. ലോകം മുഴുവൻ വായിച്ചത് ശീഈയ ഗ്രന്ഥകാരന്മാർ രചിച്ച ചരിത്രത്തിന്റെ ഭാഗങ്ങളാണ്. അതിന്റെ യഥാർത്ഥ വശങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല. പീസ് റേഡിയോയിൽ യുഗചരിതം ചുവരെഴുത്ത് എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ചുവരെഴുത്ത്. ആ ചുവരെഴുത്ത് എന്നുള്ള പ്രോഗ്രാമിൽ വളരെ വിശദമായി ഇത്തരം തെറ്റായ ചരിത്രങ്ങളെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരം വീഡിയോകൾ നമ്മൾ കാണുക. കർബലയെക്കുറിച്ചുള്ള യഥാർത്ഥ ചരിത്രം പറയുന്ന വീഡിയോകൾ അവൈലബിൾ ആണ്. നമ്മുടെ പള്ളിയുടെ ഗ്രൂപ്പിൽ നമുക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കേൾക്കുക. എന്നിട്ട് ചരിത്രത്തിൽ നിന്ന് തെറ്റായ ചരിത്രങ്ങൾ മനസ്സിലാക്കി വെച്ച ആളുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. ശരിയായ വശം പഠിക്കണം. സഹാബത്തിനെ ആരെങ്കിലും ഒരാൾ തെറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചീത്ത പറഞ്ഞു എന്നാണ്. സംശയമൊന്നുമില്ല അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും കൂടി യുദ്ധത്തിന്റെ യാത്രയിലാണ്. ആ യുദ്ധയാത്രക്കിടയിൽ ചില ആളുകൾ, അവരുടെ കൂട്ടത്തിലെ ചില ആളുകൾ അവർ പറഞ്ഞു, ഇപ്പൊ പോണോക്ക് ഇങ്ങനെ കാണാം, അവിടെ ചെന്നാ കാണണ്ടേ ഇവരെ കോലം. എന്താ, ഇവരൊക്കെ തിന്നാൻ വേണ്ടി പോവുകയാണ്, ശത്രുക്കളാണ് നേരിട്ട് കാണുമ്പോൾ പേടിച്ചു വരണം നിൽക്കും എന്ന് പറഞ്ഞു. ആരെ? ഈ കൂട്ടത്തിലുള്ള ആളുകളെ പറ്റി. ഈ കൂട്ടത്തിലുള്ള ആളുകൾ സഹാബത്തിനെ പറ്റിയാ പറഞ്ഞു. നബിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നബിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സഹാബിമാരെ പറ്റി, കൂടെയുള്ള സഹാബത്തിനെ പറ്റി ആ കൂട്ടത്തിലുള്ള കുറച്ച് മുനാഫിക്കുകളായ ആളുകൾ ഇത്തരം ഡയലോഗ് പറഞ്ഞു. ഇവരൊക്കെ ഇങ്ങനെ പോയാൽ ധൈര്യമല്ല, തീറ്റക്ക് ആഗ്രഹമുള്ള ആൾക്കാർ. അതാ പറഞ്ഞത് കേട്ടോ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറഞ്ഞത്? ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങൾ മുഅ്മിനാണെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളിതാ കാഫറായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞതാ, ലാ തഅ്തദിറു, ഇനിയൊരു ഉദ്റും വന്ന് എന്നോട് പറയണ്ട. അത് ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാ നബിയെ, ഞങ്ങൾ വെറുതെ പറഞ്ഞതാ നബിയെ, ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല നബിയെ എന്ന് പറഞ്ഞ അവർ അത് മസ്ലഹത്താക്കാനൊക്കെ വന്നു. ലാ തഅ്തദിറു, ഒരു ന്യായവും പറയണ്ട. ഖദ് കഫർതും, നിങ്ങൾ അവിശ്വാസികളായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. കാഫറായിരിക്കുന്നു എന്ന് പറയാം. എന്തേ പറഞ്ഞത്? സഹാബിമാരെ ചീത്ത പറഞ്ഞതാണ്. അപ്പോൾ ഒരു സഹാബിയെയും
ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഒരു ശരിയല്ലാത്തയാളാണ് എന്ന് വരുത്തി തീർക്കുന്ന സംസാരം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പറ്റി മോശം പറയുന്ന ആളുകൾ മുസ്ലിം നാമധാരികളായ ആളുകളുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അവർ കേരളത്തിലിറങ്ങിയ പുസ്തകങ്ങളിൽ, മലയാള പുസ്തകങ്ങളിൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പറ്റി മോശമായി എഴുതി വെച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ മോശക്കാരനാന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം പറഞ്ഞതാണ് ഹദീസുകളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഒരുപാട് ഹദീസുകൾ, ആ ഹദീസുകളൊക്കെ അദ്ദേഹം വെച്ച് പണത്തിനു വേണ്ടി എഴുതിയുണ്ടാക്കി കൊടുത്തതാണെന്ന് ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അല്ലേ? വലിയ അക്രമങ്ങളാണ് മുസ്ലിം ഉമ്മത്തിന്റെ പേരിലുള്ള പണ്ഡിതന്മാർ ചെയ്യണത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വിശ്വാസം നമുക്കുണ്ടായാൽ മതി, എങ്ങനെങ്കിലുമൊക്കെ കഴിഞ്ഞു പോയാൽ മതി, ഏതെങ്കിലുമൊക്കെ ഒരു മഹല്ലിൽ മെമ്പർഷിപ്പ് ഉണ്ടായാൽ മതി, ആരെങ്കിലുമൊക്കെ ഉസ്താദുമാർ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് അറിവില്ലാത്തവരായി ജീവിക്കാൻ നമുക്ക് പറ്റൂല. നമ്മൾ ശരിയായ സ്രോതസ്സിൽ നിന്ന് മതം പഠിക്കേണ്ട ആളുകളാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരിയായ സ്രോതസ്സിൽ നിന്ന് വായന നടത്തേണ്ടവരാണ്, ശരിയായ സ്രോതസ്സിൽ നിന്ന് പ്രസംഗം കേൾക്കേണ്ടവരാണ്. അല്ലെങ്കിൽ നമുക്ക് തെറ്റായ വിശ്വാസങ്ങൾ ഉണ്ടാവും, തെറ്റായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. നമുക്കത് മനസ്സിലാകാതെ അവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് യഥാർത്ഥമായ വിശ്വാസത്തിൽ അടിയുറച്ച് തന്നെ ജീവിക്കാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും സദാസമയം വിശ്വാസത്തിൽ തന്നെ ഉണ്ടാവണം. അതിങ്ങനെ എപ്പോഴെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് അവസാന സമയത്ത് നന്നായാൽ മതി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവസാന സമയത്ത് നന്നാവാൻ നമുക്ക് അവസരം ഉണ്ടാവില്ല. അവസാന സമയത്ത് ഇനി നന്നായാൽ വല്ല കാര്യമുണ്ടോ? അത് കാര്യമില്ല. അതാണ് ഫിർഔനിന്റെ ചരിത്രത്തിൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാന പാഠം. ഹത്താ ഇദാ അദ്റകഹുൽ ഖർഖ് ഖാല ആമൻതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. അല്ലാതെ ആരാധനക്കർഹനില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരിലാണ് ഞാൻ വിശ്വസിക്കുന്നത്? ബനൂ ഇസ്രായീൽ മൊത്തത്തിൽ വിശ്വസിച്ച ആ അല്ലാഹുവിൽ ഞാനിതാ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ആര്? ഫിർഔൻ. എപ്പോ? മരിക്കണ സമയത്ത്. അവൻ മരിച്ച് മുങ്ങിത്താഴും എന്ന് പറഞ്ഞപ്പോ വ അന മിനൽ മുസ്ലിമീൻ, ഞാനിതാ മുസ്ലിങ്ങളിൽ പെട്ടവനായിരിക്കുന്നു എന്ന് ഫിർഔൻ പറഞ്ഞപ്പോഴും ആ ഫിർഔനിന്റെ ആ പറച്ചിൽ അല്ലാഹു സ്വീകരിച്ചോ? സ്വീകരിച്ചില്ല. അത് സ്വീകരിച്ചില്ല. മരിക്കണ സമയത്ത് ഞാൻ അങ്ങനായി ഇങ്ങനായി നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചോൻ സ്വീകരിക്കൂല. അതുകൊണ്ട് ആരോഗ്യമുള്ള നമ്മുടെ ജീവിത സമയം അത് പരമാവധി നമ്മുടെ വിശ്വാസം ശരിയാക്കാനും നമ്മുടെ കർമ്മങ്ങൾ ശരിയാക്കുവാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഴി കാണിച്ചു കൊടുത്ത, കടലിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത, രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു കൊടുത്ത ഒരു വൃദ്ധമാതാവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. ആ വൃദ്ധമാതാവിന്റെ ഈമാൻ, അവരെപ്പോലെയാകാൻ നിങ്ങൾക്ക് എന്തേ കഴിയാത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. ആ വൃദ്ധമാതാവ് എന്താണ്? ജീവിതത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ നേടിയെടുക്കാവുന്ന ഒരവസരം മുന്നിൽ വന്നു. മൂസാ നബിയാണ് ചോദിക്കുന്നത്, എന്താ നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചോളി. അപ്പൊ ദുനിയാവിന്റെ ഒന്നും ചോദിക്കാതെ എനിക്ക് താങ്കളോടൊപ്പം അള്ളാഹുവിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ സ്ഥാനം വേണം, അത് മാത്രമേ എനിക്ക് വേണ്ടതുള്ളൂ എന്ന് വാശി പിടിച്ച്, അതല്ലാത്ത വേറെ എന്തെങ്കിലും കൂടെ ചോദിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കാതെ, മൂസാ നബിക്ക് അത് അനിഷ്ടമായിട്ടും ഇല്ല എനിക്കതന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച്, അങ്ങനെയാണ് അവര് ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി ലഭിച്ച് മൂസാ നബി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ആ സ്ഥാനമുണ്ട് എന്ന് കേട്ടപ്പോൾ മാത്രം. എവിടെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൃതദേഹം അടക്കം ചെയ്തിട്ടുള്ളത് എന്ന വിവരം വെളിപ്പെടുത്തി കൊടുക്കണം. അതുവരെ പറഞ്ഞു കൊടുത്തില്ല. പറഞ്ഞുതരൂല എന്നാ പറഞ്ഞു. ഇത് പറഞ്ഞാൽ എനിക്കിത് ഉറപ്പ് തരണമെന്ന്. അങ്ങനെ ആ ഉറപ്പ് കിട്ടിയിട്ടാണ് അവരത് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ദുനിയാവിലെ എന്തെങ്കിലുമൊക്കെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ ജീവിതം ഉണ്ടാകേണ്ടത്. സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ താഴെ ഒന്നുകൊണ്ടും ഞാൻ തൃപ്തിപ്പെടുകയില്ല എന്ന ഉറച്ച ഒരു തീരുമാനവുമായി അള്ളാഹുവിന്റെ അതിവിശാലമായ എന്ന് പറഞ്ഞ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗലോകത്തിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്മാർത്ഥമായി ദുആയിരന്നുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തുമാവാക്കി തരുമാറാകട്ടെ. കടങ്ങളെല്ലാം വീട്ടി സുഖമായി ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗം അല്ലാഹു ശിഫയാക്കി നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാരണങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാകട്ടെ.
നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ഉന്നതമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. തെറ്റുകളിൽ നിന്ന് സമ്പൂർണ്ണമായി വിട്ടുനിന്ന് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ. കുടുംബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമാധാനം അരുളുമാറാകട്ടെ. സന്താനങ്ങളിൽ നിന്ന് കൺകുളിർമ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. أقيموا الصلاة.